അപ്പൊ ആന ആശ്രമം വരുന്നൊരു മുട്ടിക്കൊമ്പൻ ആന തന്നെയാണെന്നെങ്കിൽ ഞങ്ങളുടെ സംശയം. അത് 90% തന്നെയായിരിക്കും. കാരണം അതാണ് ഈ നമ്മുടെ ഈ ഫെൻസിങ് ഒക്കെ ഇട്ട കാലുകൾ ചവിട്ടി മറച്ച്, അതായത് അതിന് ഫെൻസിങ് അടിക്കാത്ത രീതിയിൽ കാല് ചവിട്ടി ഒടിച്ച് വളച്ച് വെക്കാനൊക്കെ ആ ആന സാധാരണ ചെയ്യാറ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് അത് മുട്ടിക്കൊമ്പൻ ആയിരിക്കും എന്നൊരു അനുമാനത്തിൽ. ഭയങ്കര ബുദ്ധിയല്ലേ? ഭയങ്കര ബുദ്ധി എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധി. കാരണം ആനേന്റെ അത്ര ബുദ്ധിയ ഒരു മനുഷ്യനും ഇല്ല, അത്രയും ബുദ്ധിയാ. പിന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചാൽ വല്ലപ്പോഴൊക്കെ വരും. അവരൊന്ന് വന്ന് ചെറിയ മാലപ്പടക്കം പൊട്ടിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ ടോർച്ചടിച്ച് അവര് പോകും. അവര് പോയി കഴിയുമ്പോഴേക്കും രണ്ടാമത് ഇറങ്ങി വരും. ഇത് സ്ഥിരം നടക്കുന്ന പരിപാടിയാണ്. അവര് രാത്രി പണിക്ക് പോയിട്ട് 2 ദിവസം അങ്ങനെ കാവൽ കൊടുക്കും. ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്ന സമയത്ത് ആന നശിപ്പിക്കും. കാരണം പിന്നെ പകൽ മുഴുവൻ പണിക്ക് പോകണം. കാരണം ഇതുകൊണ്ട് മാത്രം ജീവിതം കഴിഞ്ഞു പോകില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന് തകർത്ത കാലാണ്. നോക്ക്, GI പൈപ്പ്. ഈ കാല് മാറ്റിയാണ് ആ കാല് ഓടിച്ചു. ഇപ്പോൾ അത് ഓടിച്ചല്ലേ? ഇവിടെ തിന്നു തുടങ്ങിയായിരുന്നു. അപ്പോഴേക്കും എന്നിട്ട് ഓടിച്ചു രാവിലെ ഒച്ച കേട്ടിട്ട് ഇത് തിന്നു തുടങ്ങിയായിരുന്നു. വലിച്ചൂരി തെന്നിന്റെ കതിരുകൾ നല്ല പാലുറച്ച നല്ല മധുരമുള്ള സമയമാണ്. ഞങ്ങളൊക്കെ ഇതുകൊണ്ട് മാത്രം ഉപജീവനം കൊണ്ട് ജീവിക്കുന്നതാണ്. കാരണം ഇത് വളരെ പ്രതീക്ഷയോടെയാണ്. ഒരു വർഷത്തെ ഞങ്ങളുടെ ആദായം ഒറ്റയടിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാലല്ലേ. ഇതുപോലത്തെ ഒരു GI പൈപ്പായിരുന്നു. അത് ചവിട്ടി ഓടിച്ചിട്ട് ഞാൻ തൽക്കാലം വേണ്ട, ഇങ്ങനെ ഒരു പൈപ്പ് എന്തായാലും ഇവിടെ വരില്ലല്ലോ. കമ്പി ഓടിച്ചു ഞാൻ സഹി കെട്ടിട്ട് ഞാനിത് ഇങ്ങനത്തെ ആക്കി. ഇതാ പിന്നെ ഒരു വലിയ ചെലവില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. വടക്കനാട് നമ്മൾ നിരവധി തവണ വടക്കനാടിനെ കുറിച്ചും വടക്കനാടിലെ വന്യമൃഗ പ്രശ്നത്തെക്കുറിച്ചും ഒക്കെ ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുള്ള നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ ഇഷ്ടം പോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിരവധി തവണ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വന്യമൃഗ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാട്ടാനയുടെ പ്രശ്നമാണ്. കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പം നമ്മൾ നിരവധി തവണ ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തെ വന്യമൃഗ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പ്രദേശത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. നമുക്ക് ഈ തൊട്ടുപുറകിലൊക്കെ കാണാൻ നല്ല നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രദേശമാണ് വടക്കനാട് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് നാളുകളായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് നമ്മുടെ പഴയ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാന ഈ ഒരു പ്രദേശത്തേക്ക് വീണ്ടും വരാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. വന്നു മാത്രമല്ല, നല്ല രീതിയിലൊക്കെ കൃഷികളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൃത്യം ആ നെല്ല് അങ്ങായി അതിൻ്റെ ഒരു ടൈം ആയപ്പോഴത്തേക്കും മുട്ടിക്കൊമ്പൻ്റെ ശല്യം തുടങ്ങി കേട്ടോ. കുറച്ച് നാളായിട്ട് ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നുകൊണ്ട് കർഷകർ ആശ്വാസത്തിലായിരുന്നു. ഇപ്പോൾ വീണ്ടും നെല്ലൊക്കെ നല്ലൊരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒത്തിരി ആളുകൾ കൃഷി തന്നെ പറമ്പിൽ പോയി ഒരു സാധനം കൃഷി ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും ബാക്കിയുള്ള നെൽകർഷകർ അല്ലെങ്കിൽ നെല്ല് കൃഷി ചെയ്യുന്ന ആളുകളുടെ അവസാനത്തെ നെൽകൃഷിയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെയും അവസ്ഥ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന ഇറങ്ങിയിട്ട് എന്തൊക്കെ നാശനഷ്ടമാണ് വരുത്തിയത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സുബി. ഇത് ശരിക്കും വടക്കനാട് തന്നെ അല്ലേ? വടക്കനാട് ഒരു മംഗലംകുന്ന് പ്രദേശം. വടക്കനാടിന്റെ കുറെ ഭാഗങ്ങളുണ്ട്, അതിൽ മംഗലംകുന്ന് പ്രദേശം എന്ന് പറയും. ഓക്കെ, എന്താ ചേട്ടാ ഇപ്പോൾ 2-3 ദിവസമായിട്ട് വീണ്ടും ആന ഇറങ്ങി തുടങ്ങി? ഒരു ആശ്വസിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇപ്പൊ കുറെ ആയിട്ട് ആ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞപ്പോൾ ചക്കയുടെ സീസൺ വന്നിട്ട് നമുക്ക് ഇവിടെ തെങ്ങുകളും കവുങ്ങുകളും പ്ലാവുകളൊക്കെ മറച്ചിട്ടിട്ട് പോയി. പിന്നെ ഇപ്പൊ നെല്ല് ഇടുന്ന വിത്തരണ സമയമായതുകൊണ്ട് പിന്നെ എല്ലാവരും കൃഷിയൊക്കെ ഒരുക്കിയ സമയമായതുകൊണ്ട് പിന്നെ അങ്ങനെ വരാണ്ടായി. എന്നിട്ടിപ്പോ നെൽകൃഷി ഒരു ഞാറ് വെക്കുന്ന സമയത്ത് അങ്ങനെ വരൽ കുറവാണ്. ഇപ്പൊ നെല്ലൊക്കെ പാലുറച്ച് നല്ല ടേസ്റ്റ് ആകുന്ന സമയമാണ്. ആ സമയത്ത് മൃഗങ്ങൾക്ക് എന്തായാലും അറിയും, ആനകൾക്ക് എന്തായാലും അറിയാം. അപ്പൊ ആന ആശ്രമം വരുന്നൊരു മുട്ടിക്കൊമ്പൻ ആന തന്നെയാണെന്നെങ്കിൽ ഞങ്ങളുടെ സംശയം. അത് 90% തന്നെയായിരിക്കും. കാരണം അതാണ് ഈ നമ്മുടെ ഈ ഫെൻസിങ് ഒക്കെ ഇട്ട കാലുകൾ ചവിട്ടി മറച്ച്, അതായത് അതിന് ഫെൻസിങ് അടിക്കാത്ത രീതിയിൽ കാല് ചവിട്ടി ഒടിച്ച് വളച്ച് വെക്കാനൊക്കെ ആ ആന സാധാരണ ചെയ്യാറ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് അത് മുട്ടിക്കൊമ്പൻ ആയിരിക്കും എന്നൊരു അനുമാനത്തിൽ ഇവിടുത്തെ ഈ സ്ഥലത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം അത് സ്ഥിരം വരുന്നൊരു വഴി, പിന്നെ സ്ഥിരം വന്ന് ചെയ്യുന്ന ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അതായത് ഫെൻസിങ്ങിന്റെ പോസ്റ്റുകൾ ചവിട്ടി ഓടിക്കുകയാണ് പ്രധാന ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഹോബി, ലക്ഷണം. അപ്പൊ നമുക്ക് മനസ്സിലാവാൻ ആന തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആ ആന തന്നെയാണ് അനുമാനിക്കുന്നത്. ഇപ്പൊ നെല്ല് കൃഷി ഏകദേശം ഒരു 2 മാസം കൂടെ ആയാൽ നമുക്കത് പൂർത്തീകരിച്ചെടുക്കാൻ പറ്റും. 2 മാസം കൂടെ നിന്ന് കറക്റ്റായി നിന്ന കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ വെയിലൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് 2 മാസം കൂടെ കെട്ടിക്കഴിഞ്ഞാൽ 2 മാസം കൂടെ കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൊയ്യാനാവും സന്തോഷത്തോടു കൂടി നെല്ല് നമുക്ക്. ഇത് 4 മാസമായി 2 മാസം കഷ്ടിയായി നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പൊ അത് 2 മാസം വരെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ച് മൃഗങ്ങൾ വരാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെല്ലുകൾ ശേഖരിച്ച് വെക്കാം. കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയിട്ട് അവിടെ എന്തൊക്കെയാ കളഞ്ഞത്? ഈ ഇവിടുത്തെ ചേട്ടൻ നെല്ല് കളഞ്ഞു. ആ നെല്ല് നമുക്ക് ആ ഭാഗത്താണ് നെല്ല് കളഞ്ഞത്. പറമ്പിൽ നിന്നാണ് ഇറങ്ങി വന്നത്. നെല്ല് കളഞ്ഞ് ഞങ്ങളുടെ ഫെൻസിങ്, ഞങ്ങൾ ഈ
ചെറിയ മൃഗങ്ങളൊക്കെ വരുന്നതിന് എർത്തിങ് കൊടുക്കുന്നുണ്ട്, ചെറിയ എർത്തിങ്. അതൊക്കെ അതിന്റെ കാലുകളൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ട് നമ്മുടെ വയലിന്റെ ആ സൈഡിൽ കൂടെ 2 കണ്ടന്റെ വയലിന്റെ സൈഡിൽ കൂടെ ചവിട്ടി മെതിച്ച് പോയി. കാര്യപ്പെട്ട് തിന്നിട്ടില്ല, എന്നാലും ഈ തുടർന്ന് ദിവസങ്ങളിൽ നാളെ എന്തായാലും ഇന്ന് രാത്രി ഞങ്ങൾ എന്തെങ്കിലും കാവൽ കിടക്കേണ്ടി വരും. ഞങ്ങളൊക്കെ ഇതുകൊണ്ട് മാത്രം ഉപജീവനം കൊണ്ട് ജീവിക്കുന്നതാണ്. കാരണം ഇത് വളരെ പ്രതീക്ഷയോടെ കൂടിയാണ്. ഒരു വർഷത്തെ ഞങ്ങളുടെ ആദായം ഒറ്റയടിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. 1 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്, അതും പാട്ടത്തിനടുത്താണ് ചെയ്യുന്നത്, സ്വന്തം വയലല്ല. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷിക്കുക നമ്മൾ പാട്ട പൈസയും കൊടുക്കണം. 1 ഏക്കർ കൃഷി ചെയ്യാൻ ചേട്ടൻ എത്ര രൂപ പാട്ടം? ഞങ്ങളൊരു 10,000 രൂപയോളം പാട്ടം കൊടുക്കണം. എത്ര രൂപ ചെലവ്? ഒരു 18-17 ഉറുപ്പ്യോളം ചെലവ് വരും. 10-28 ഉറുപ്പ്യോളം നമുക്ക് 1 ഏക്കർ കൃഷി ചെയ്യാൻ നമുക്ക് ചെലവ് വരും. അതൊന്നും നമുക്കൊരു ഒരുപാട് ലാഭമൊന്നും കിട്ടില്ല. എത്ര കിൻഡൽ കിട്ടും? ഒരു 8 നമുക്ക് അരിയായിട്ട് നോക്കുകയാണെങ്കിൽ 7 കിൻഡലോളം അരി നമുക്ക് കിട്ടും. ഇതിന്റെ കറക്റ്റായിട്ട് നോക്കുക. ഇത് കുറച്ച് വിളവിന്റെ വ്യത്യാസം പോലെ ഇരിക്കും. പിന്നെ ഇതിന്റെ കച്ചിയും കച്ചി എല്ലാം കൂടി കൂട്ടിയിട്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കൃഷി ഇറക്കിയതിന്റെ ഒരു 10,000 രൂപ ലാഭം കിട്ടും. പിന്നെ നമുക്ക് ഏറ്റവും ഗുണം വെച്ചാൽ നല്ല അരിയുടെ ഭക്ഷണം കഴിക്കാം, വിഷമില്ലാണ്ട് കഴിക്കാം. ആ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ് കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ഈ വയലൊരു 5-8 വർഷമായിട്ട് ഞാൻ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഇതിലെ വന്ന് ഈ പോസ്റ്റ് ചവിട്ടി ഒടിച്ച് ഇതിലെ വന്ന് ചവിട്ടി ഒടിച്ച് ഒഴിച്ച് കളഞ്ഞ് ഇതൊക്കെ തൽക്കാലം ഞങ്ങളിപ്പോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയതാണ്. ഇതിലെ വന്ന് നടന്നു പോയിട്ട് നടന്നു ഈ കാല് ചവിട്ടി. അവിടുത്തെ ഒരു കാലുണ്ട്, ഇപ്പൊ നേരെയാക്കി വെച്ചാണ് ഞങ്ങള്. അതാ കണ്ടോ, ഇതില് ചടി കൂടെ ചവിട്ടി മെതിച്ച്. ഇതിന്റെ പ്രയാസം ഇന്നും മാന വരും. കാരണം ഇന്ന് കുറച്ച് നശിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി നാളെ ഒരു 10 ദിവസം 3-4 ദിവസം കൊണ്ട് ഇതെല്ലാം തീരുമാനമാക്കും. ഉറപ്പ് സംശയമില്ല. മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് ഇറങ്ങി സുഖമായിട്ട് ഇറങ്ങിയ വഴി കണ്ടുപിടിച്ചു, ഇറങ്ങി തിന്നു തുടങ്ങി. നാളെ മുതൽ ഇത് ഭക്ഷിക്കാൻ വേണ്ടി മാത്രം ഇതിപ്പോ തിന്ന് വയറ് നിറഞ്ഞ് വന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് തിന്നിട്ട് പോയി. ഇവിടെ വരെ വന്നിട്ട് പിന്നെ ഇങ്ങനെ നടന്നിട്ട് പറമ്പിൽ കൂടെ കയറി റിമൈൻഡോട് കൂടി കയറി. ആ ഈ പോസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ റെഡിയാക്കിയിട്ടതാണ്. ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് കയറി നേരെ പറമ്പിലേക്ക് ഈ കാല് ഞങ്ങളിപ്പോ നാട്ടി വെച്ചതാണ്. 2ാമത് കാലിട്ടതാ, കാല് ചവിട്ടി ഒടിച്ച് കളഞ്ഞായിരുന്നു. വേറെ കാലിട്ട് ആണ് ഇതിൽ വന്ന് പറമ്പിൽ കൂടെ കയറി റോഡ് വഴി ഫോറസ്റ്റിലേക്ക് പോയി. ഫോറസ്റ്റിലേക്ക് പോയി. ഇത് ഫോറസ്റ്റ് അല്ലേ? അത് ഫോറസ്റ്റ് ആണ്. അത് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങും? അവിടുന്ന് ഇപ്പൊ ഇറങ്ങാറുണ്ട്. ട്രെഞ്ച് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഇറങ്ങാറില്ല. ഇറങ്ങുന്ന ആ മൂലയിൽ നിന്നാണ് ആന ഇറങ്ങിയിട്ട് പറമ്പ് വഴിയാണ് കയറി വരാറ്, എപ്പോഴും വരാറ്. ആ ഇറങ്ങിയ പ്രദേശം ഒന്ന് കാണിച്ചു തരാമോ? ഇവിടെ കഴിഞ്ഞ ദിവസം വന്നാതാ. അപ്പൊ നമ്മൾ ആ പറമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു ഫെൻസിങ്ങിന്റെ കാല് കണ്ടല്ലേ, GI പൈപ്പാണ്. ആ GI പൈപ്പ് ചവിട്ടി വളച്ചൊടിച്ച് ആണ് കടന്നു വന്നേക്കണത്. ആന ഭയങ്കര ബുദ്ധിയാണ്. കാരണം അതിന്റെ കാല് എർത്തിങ് തട്ടാണ്ടിരിക്കാൻ വേണ്ടി കാലിന്റെ പാദം ഈ കാലിൽ കൊണ്ടുപോയി അവിടെ കാണിച്ചത്. വ്യക്തമായിട്ട് കാണിക്കാൻ ക്യാപ്പിൽ ചവിട്ടി ഒടിച്ച് ആ മണ്ണിലേക്ക് മണ്ണിലേക്ക് ചാലകമാക്കി കഴിഞ്ഞാൽ പിന്നെ വൈദ്യുതി ഷോർട്ടായി പോകില്ല, എർത്തായി പോകില്ല. അപ്പൊ സുഖമായിട്ട് കയറി വരാലോ. ഭയങ്കര ബുദ്ധിയല്ലേ? ഭയങ്കര ബുദ്ധി എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധി. കാരണം ആനേന്റെ അത്ര ബുദ്ധിയ ഒരു മനുഷ്യനുമില്ല, അത്രയും ബുദ്ധിയാ. ഇതിപ്പോ ഞാനിപ്പോ ഇന്ന് ഇതിപ്പോ 1 ഏക്കർ ഒരാളെ, ഇത് 1 ഏക്കർ. ഞങ്ങളൊരു കൂട്ടായ്മയോടെയാണ് നടത്തുന്നത്. കാരണം കൃഷിയെല്ലാം നെല്ലൊക്കെ ഒരേ ഇനത്തിൽപ്പെട്ടതാണ്. അതായത് ഞങ്ങളൊക്കെ ചെറിയ ജോലിയും പുറത്തുണ്ട്. ഞങ്ങളൊക്കെ ഇച്ചിരി കൂടെ ഒരു 10-20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചുവന്ന കളറാകുമല്ലോ. അപ്പോഴാണ് കൂടുതൽ ആന ഇറങ്ങാറ്. അപ്പൊ ഞങ്ങൾ മാറി 2 കൂട്ടര് ഒരു ദിവസം, 2 കൂട്ടര് വേറെ ദിവസം, അങ്ങനെ വേറെ അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരനുസരിച്ച് അങ്ങോട്ടും ഒരു ടൈം ടേബിൾ പോലെ മാറിയിരിക്കും. പിന്നെ ക്ഷീണങ്ങളോ പ്രയാസങ്ങളുള്ളവരുണ്ടെങ്കിൽ പിന്നെ അതനുസരിച്ച് മാറി നിൽക്കും. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ജോലിക്കാരായതുകൊണ്ട് ഞാനൊക്കെ ജോലി വേറെ ചെയ്യുന്നുണ്ട്. രാത്രി 9 മണിക്കാണ് ഞാൻ ജോലി കഴിഞ്ഞ് വരിക. രാവിലെ ഞാൻ ബസ്സിൽ കണ്ടക്ടറായി പോവുകയാണ്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പിള്ളേരെയൊക്കെ ഉപജീവനം. ഇത് കൃഷിയും അതിനോട് ചെറിയ സൈഡായിട്ട് നടത്തുന്നത്. അപ്പോൾ 9 മണിക്ക് വന്ന് രാവിലെ 6:45 ബസ്സിലേക്ക് പോകണം. അപ്പൊ ആ ബാക്കിയുള്ള സമയം കുറച്ചെങ്കിലും ഉറങ്ങിയാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് രാത്രി കുറച്ചു നേരം വന്ന് കോവിയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് പോകും, പിന്നെ കിടന്ന് ഉറങ്ങിപ്പോകും. ആ സമയത്താണ് ആന വരിക. ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഉറക്കം കഴിയില്ല. ജോലിയും വ്യത്യാസം ചെയ്യണമല്ലോ. കൃഷിന് മാത്രം നമുക്ക് എന്തായാലും വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, പരാജയം തന്നെയാണ്. അപ്പോൾ ഈ കൃഷി പൊതുവെ പരാജയം. ഇപ്പൊ 2 കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയാണ് ഇതെല്ലാം. ഇപ്പൊ 6 മാസം 2 കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമികളതെല്ലാം. എല്ലാവരും 2 കൃഷി ചെയ്ത് ഈ നെല്ലുകൊണ്ട് പല 3-4 ജില്ലകളിലെ പട്ടിണി മാറ്റിയ സ്ഥലമാണ് വടക്കനാട്. 3-4 ജില്ലകളുടെ. കാരണം ഇവിടുന്ന് നെല്ല് നമുക്ക് സംബന്ധിച്ച് ഈ 1 ഏക്കർ കൃഷി ചെയ്താൽ കൂടി എന്നാൽ ഒരു കർഷകന്റെ കുടുംബത്തിന് ഒരു ചുരുങ്ങി എന്നാൽ ഇതിന് 4-ൽ ഒരു അംശം മതി അവർ ചെലവഴിയാം. ബാക്കി നെല്ലുകളെല്ലാം കുട്ടനാട് മില്ലുകളിലേക്കും മറ്റുള്ള മില്ലുകളിലേക്ക് കൊടുത്ത് അരിയായിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഈ വടക്കനാട് പ്രദേശം ശരിക്കും എത്ര ഏക്കർ നെൽപ്പാടം ഉണ്ടായിരുന്നു? ഉദ്ദേശം കറക്റ്റായിട്ട് കണക്കറിയില്ല. എന്നാലും ഒരു ചുരുങ്ങിയത് 10-300 ഹെക്ടർ വയലുണ്ട്. 300 ഹെക്ടർ വയലുള്ള ഒരു പ്രദേശമായിട്ട് ഈ വടക്കനാട് എന്ന് പറയുന്നത്. അതുപോലെ നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ പല സ്ഥലവും കാലിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു വർഷം 2
കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ. ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടില്ലേ? ഞാനത് ഈ കണ്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓഹോ, അതെങ്ങനെ ഇത് നോക്കിയാൽ കാണാമോ? ഇതുണ്ടോ ഇതൊക്കെ അല്ലേ? ഇത് വലിച്ചൂരി കളഞ്ഞതാ. ഇവിടെ തിന്നു തുടങ്ങിയായിരുന്നു അപ്പോഴേക്കും. എന്നിട്ട് ഓടിച്ചു രാവിലെ ഒച്ച കേട്ടിട്ട് ഇത് തിന്നു തുടങ്ങിയായിരുന്നു. ഇതുണ്ടോ അങ്ങനെ മുകളിൽ നിന്ന് കണ്ടോ വലിച്ചൂരി തെന്നിന്റെ കതിരുകൾ നല്ല പാലുറച്ച നല്ല മധുരമുള്ള സമയമാണ്. അതെ അതെ അതെ. ഇതിൻ്റെ നടുക്കോടെ ഇങ്ങനെ പോയിട്ടുണ്ടല്ലേ? നടുക്കോടെ പോയിട്ടുണ്ട്. അത് നമുക്ക് അവിടെ നോക്കിയാൽ കാണുകയല്ല കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ നടുക്കോടെ പോയിട്ടുണ്ട്. കണ്ടോ? ഇതാണ് നെൽകൃഷിയുടെ അവസ്ഥ കേട്ടോ. ഉണ്ടോ ഈ പ്രദേശം മൊത്തം തീർന്നു. ഇതുപോലെ ഒരു പ്രാവശ്യം ഇറങ്ങിയിട്ട് ഇവരാരും അറിയാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീരും ഇല്ലേ? ഒരു രാത്രി കൊണ്ട് 2 രാത്രി കൊണ്ട് ഒന്നുമില്ലാലും ചവിട്ടി അല്ല. ആനെ സംബന്ധിച്ച് ഒരു 30-10% തിന്നാലും നാക്കി 50-60% നശിപ്പിക്കുമല്ലോ. മറ്റുള്ള മൃഗങ്ങളെന്ന് വെച്ചാൽ വിശപ്പടങ്ങിയാൽ പന്നിയായാലും മാനായാലും വിശപ്പടങ്ങിയാൽ പോകും. പക്ഷെ ആനെന്ന് വെച്ചാൽ സംഭവം ഒരു 10 നശിപ്പിക്കും. അതായത് നാളെ കഴിക്കേണ്ട ഭക്ഷണം ഒരൊറ്റ വരവും കൊണ്ട് കളയും. അതെ അതെ. ഇത് പന്നിമാനും അതുകൊണ്ട് പന്നിമാനും ഉണ്ട്, വരലുണ്ട്. അത് പിന്നെ ഈ ചെറിയ എർത്തിങ്ങിനുണ്ട്. പന്നീനെ നമുക്ക് ചാടിക്കടക്കും, എന്നാലും വലിയൊരു നഷ്ടം വരുത്തും. എന്നാൽ നമുക്ക് ആന വരുത്തും പോലെ നഷ്ടം പന്നികളും ചെറുകിട മൃഗങ്ങളും വരുത്തില്ല. ആന തന്നെ. ആനയെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ കർഷകർ. വടക്കനാട് എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേയും ഒത്തിരി ആനകളൊക്കെ പ്രശ്നം. പിന്നെ വടക്കനാട് കൊമ്പൻ എന്ന് പറഞ്ഞ പേര് കേട്ട ആന തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ പ്രശ്നക്കാരനായിട്ടും ആളുകൾ ഇപ്പൊ കുങ്കിയാണ്. പല ഇപ്പത്തെ എത്ര പേരെ വന്ന 6 പേരെയോ 5-6 ചെറിയ കുട്ടികൾക്ക് 6 പേരാന്ന് തോന്നുന്നു. ഈ നാട്ടിൽ തന്നെ ഉള്ളവരൊക്കെയല്ലേ? ഈ നാട്ടിൽ 1-2 പേര്. പിന്നെ കുറച്ച് മുത്തങ്ങ, ഈ ആനാന്റെ ഫോറസ്റ്റ് ഇങ്ങനെയുള്ള കിടക്കുന്നതുകൊണ്ട് മുത്തങ്ങ ഭാഗങ്ങളിൽ അതെ കൂടുതലും ട്രൈബൽസ് ആണ് 3 പേര്. അവരാണല്ലോ കുറച്ച് സന്ധ്യ ആയാലും വഴികളിലൂടെ ഇടവഴിയിലൊക്കെ നടന്നു പോകുന്നത്. അവരെയാ കൂടുതലും ആക്രമിച്ചേക്കുന്നത്. ഇപ്പൊ ഈ മുട്ടിക്കൊമ്പൻ ആളുകളെ ആരെങ്കിലും കൊന്നതായിട്ടില്ല, പക്ഷെ പേടിയില്ല. ആന നമ്മൾ ടോർച്ചടിച്ച് ആനയെ നീങ്ങിപ്പോവാൻ അങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ ആന തിരിച്ചു ദേഷ്യമില്ല, തിരിച്ചു ഓടിക്കാറുണ്ട്. അതുകൊണ്ട് ആളുകൾ ആരും ഓടിക്കാൻ ശ്രമിക്കാറില്ല. കാരണം തിന്നു പോയാലും ജീവൻ കളയാൻ പറ്റില്ല. സത്യം. അതുകൊണ്ട് ആളുകളിൽ അങ്ങനെ ആരും ശ്രമം നടത്താറില്ല. പിന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചാൽ വല്ലപ്പോഴൊക്കെ വരും. വന്ന് ചെറിയ മാലപ്പടക്കം പൊട്ടിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ ടോർച്ചടിച്ച് അവര് പോയി കഴിയുമ്പോഴേക്കും രണ്ടാമത് ഇറങ്ങി വരും. ഇത് സ്ഥിരം നടക്കുന്ന പരിപാടിയാണ്. നമ്മളിപ്പോൾ നിന്നത് ആ ഒരു പ്രദേശത്താണ്. ആ ഒരു ഗ്രീൻ നെറ്റിൻ്റെയൊക്കെ അപ്പുറത്തായിട്ടുള്ള പ്രദേശത്താണ് അവർ ആ ഒരു നെൽകൃഷിയൊക്കെ കളഞ്ഞത് കണ്ടത്. ആന ഇറങ്ങി വന്ന പ്രദേശമാണ് നമ്മൾ കാണാണ്ട്. ചേട്ടാ ഇവിടെ ഇത് ആന ഇന്നലെ രാത്രി ഇറങ്ങി വന്നൊരു ഭാഗമാണ് കാണുന്നത്. ഇത് കണ്ടില്ലേ? ഇത് GI പൈപ്പാണ്. ഇരുമ്പില് GI പൈപ്പാണ്. ഈ GI പൈപ്പിന്റെ ഈ കാലില് ഇത് എർത്തിങ്ങളെ ഫുൾ ടൈം എർത്തുള്ളതാ. നമ്മൾ തൊട്ടാലും നമ്മൾക്ക് പെൻസിങ് അടിക്കും. ഇപ്പൊ ഇല്ലേ നമ്മളിപ്പോ ഓഫ് ആക്കിയിരിക്കും പകല് അല്ലേ? അപ്പൊ ഈ ആന വന്നിട്ട് ഇത് ഈ ഭാഗത്തൊന്നും ഫെൻസിങ് ഉണ്ടാവില്ല. ഈ കമ്പി തൊട്ടാൽ മാത്രമേ ഇറത്തുണ്ടാവുള്ളൂ. ഈ ആന എന്താക്കുന്ന വെച്ചാൽ ഈ കാലിന്റെ പാദം കൊണ്ട് ഇത് കണ്ടില്ലേ, വളഞ്ഞ കണ്ടില്ലേ, ചവിട്ടി ഇത് ഓടിക്കും. ഇത് വളച്ച് ഒടിച്ചിട്ട് മണ്ണിലേക്ക് പ്രസ് ആയി കഴിഞ്ഞാൽ ഈ കമ്പികളിലൂടെ വൈദ്യുതി മണ്ണിലേക്ക് ചാടും. അപ്പൊ തീരെ വൈദ്യുതി ഉണ്ടാവില്ല. അപ്പൊ സുഖമായിട്ട് കിടക്കാം. കണ്ടില്ലേ, ഇത് ചവിട്ടി ഒടിച്ചാണ്. ഇതുപോലത്തെ വലിയൊരു ജീക്കാല് ചവിട്ടി ഒടിച്ചിട്ട് മാറ്റിയിട്ട കാലാണ്. ഇത് ഒടിച്ചിട്ട് ഒരു മാസമായി. ഇത് മൊത്തം പൊളിച്ചു. കമ്പി വലിച്ചിട്ട് എന്നിട്ട് ചവിട്ടി പൊളിച്ച് ആ പറമ്പിൽ നിന്ന് ചാടി കറങ്ങി വന്ന് അവിടെ പൊളിച്ച് ഇവിടേക്ക് വന്ന് അവിടെ കയറി വന്നു. പറമ്പ് വഴി കയറി വന്നിട്ട് എന്നിട്ടാണ് വയലിലേക്ക് വന്നത്. മറ്റേ പൊളിച്ച് ഇങ്ങോട്ട് ഇതൊക്കെ ചേട്ടൻ്റെ പറമ്പാ? അല്ല, ഇത് ഞാൻ കൊടുത്തതാണ്. ഞാൻ എന്റെ തന്നെയായിരുന്നു, എന്റെ സുഹൃത്തിന്റെ ആണ്. ഇപ്പൊ ഞാൻ തന്നെയാണ് നോക്കി നടത്തുന്നത്. എന്റെ വീട് തന്നെ, പഴയ വീടാണിത്. പഴയ വീടല്ലേ? ഇത് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് വാങ്ങിയതാ. നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ടല്ലോ വീട് കാണാൻ. അതൊരു മോഡലിൽ പണിതാ ഞങ്ങള്. അവര് വല്ലപ്പോഴും ഒരു കേസ് പഠിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കും, പോവും. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന് തകർത്ത കാലാണ്. നോക്ക്, പൈപ്പ് അല്ലേ? GI പൈപ്പ്. ഇത് ചവിട്ടി ഓടിച്ച് പിന്നെ ഈ കാല് മാറ്റിയാണ് ആ കാല് ഓടിച്ചു. ഇപ്പോൾ അത് ഓടിച്ചല്ലേ? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിഞ്ഞ കൃഷി സമയത്ത് ഈ കാലവിടെ നാട്ടിണ്ടായിരുന്നു. ആ കാല് ഒടിച്ചിട്ട് ഞാൻ വേറൊരു കാല് വെച്ചതാണ്. ഇന്നത്തെ കൊണ്ട് അതും പൂർത്തിയായി. GI പൈപ്പിന് 1200 വിലയുണ്ട്. ആ GI പൈപ്പിന്, ഈ ഒരു പൈപ്പിന്. ഇത് ഓരോ പ്രാവശ്യം ഫിറ്റ് ചെയ്യാൻ ഇല്ല, ഇത് നമ്മൾ സ്വന്തം ഫിറ്റ് ചെയ്യുന്നതാണ്. അവരാണ് കാട്ടിൽ ആന വന്ന് നമ്മളെ നശിപ്പിക്കുന്നത്. അല്ല, നമ്മൾ തന്നെ അല്ല, അവര് ഗ്യാരണ്ടി കഴിഞ്ഞ് പോകും. പിന്നെ നശിപ്പിക്കുന്നത് അവർക്ക് അറിയില്ലല്ലോ. ഇതൊക്കെ അങ്ങനെ പോയതായിരിക്കും. ഇതൊക്കെ ചവിട്ടി പിടിച്ച് കളഞ്ഞേക്കണതാ.
ഈ പറമ്പിൽ കൂടെ കേട്ടോ ഇങ്ങനെ വന്നിട്ട് ആന ഇങ്ങനെ ക്രോസ് ഇറങ്ങി. ഇതാ. അപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കണ്ടോ, നല്ല അടിപൊളി വയലാണ്. പക്ഷേ ആളുകളുടെ അവസ്ഥ ഇതാണ്. ഇതുപോലത്തെ ഒരു GI പൈപ്പായിരുന്നു. അത് ചവിട്ടി ഓടിച്ചിട്ട് ഞാൻ തൽക്കാലം വേണ്ട, ഇങ്ങനെ ഒരു പൈപ്പ് എന്തായാലും ഇവിടെ വരില്ലല്ലോ. അതെ, കമ്പി ഓടിച്ച് കളഞ്ഞ സഹി കെട്ടിട്ട് ഞാനിത് ഇങ്ങനത്തെ ആക്കി. ഇതാ പിന്നെ ഒരു വലിയ ചിലവില്ല. അതെ. ആന വന്ന് ചവിട്ടി ഓടിച്ചതിൻ്റെ ഭാഗമായിട്ട് കമ്പി ഇതുപോലത്തെ GI പൈപ്പായിരുന്നാ. ലാസ്റ്റ് ചവിട്ടി ഓടിച്ച് കമ്പി വാങ്ങാൻ പൈസ ഇല്ലാണ്ടായപ്പോൾ ഞാൻ എന്താക്കി, ചീമക്കൊന്നേൻ്റെ കാലിട്ട് വെച്ചേക്കാം. അതാകുമ്പോൾ നമുക്ക് വെട്ടി ഏതെങ്കിലും വെച്ചാൽ മതിയല്ലോ. ചേട്ടാ, പിന്നെ ഇതിന്റെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ രാവിലെ തന്നെ ഒരു എന്നാൽ പിന്നെ പരാതി കൊടുത്ത് എന്തെങ്കിലും തീരുമാനമാവാണ് ഇന്ന് രാത്രി മുതൽ അവർ കാവലിന് വരികയാണെങ്കിൽ ബാക്കിയുള്ളവർ സംരക്ഷിക്കാമല്ലോ. ഇന്ന് രാവിലെ തന്നെ എൻ്റെ കൈപ്പടെ തന്നെ പരാതി, എനിക്ക് 2 മാസം വരെ എൻ്റെ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി 2 മാസം വരെ കാവൽക്കാരെ തരണം. ഇന്ന് വന്ന ആന തീർച്ചയായിട്ടും നാളെയും വരും. അതുകൊണ്ട് തന്നെ ഞാൻ സുൽത്താൻ ബത്തേരി വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ പോയി 10 മിനിറ്റ് ഇരുന്നപ്പോൾ അദ്ദേഹം ഓൺലൈൻ മീറ്റിംഗിലായിരുന്നു. 10 മിനിറ്റ് കാണാമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അപേക്ഷയായിട്ട് ഞാൻ പോയപ്പോൾ അദ്ദേഹം എന്നെ എഴുതി സംസാരിച്ചു. പിന്നെ ഇത് മൊത്തത്തിലുള്ള സംഭവമാണ്, പിന്നെ കാവൽക്കാരെ അങ്ങനെ തരാൻ ഞങ്ങളുടെ അടുത്ത് ഫണ്ടില്ല, നിങ്ങൾ വേറൊരു മാർഗ്ഗം എന്തെങ്കിലും കണ്ടുകൊള്ളൂ. അതായത് നിങ്ങളുടെ അടുത്ത ആളുകളെ എല്ലാവരും കൂട്ടിക്കൊണ്ട് കാവൽ കിടക്കാൻ, അതായത് നമ്മൾ കൃഷിക്കാർ തന്നെ പിന്നെ നിങ്ങൾ ആളുകളെ കണ്ടെത്തി നിങ്ങൾ തന്നെ കാവൽ കിടന്ന് സംരക്ഷിച്ചുള്ള ഒരു നിലപാടാണ് അവർ പറഞ്ഞത്. നിലവിൽ അവർക്ക് കാവൽ കിടത്താനുള്ള ആളുകളെയോ ഫണ്ടുകളെ തരാൻ കഴിയില്ല എന്ന് തീർത്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആന വരുമ്പോൾ കൃഷി ഒറ്റയ്ക്ക് പ്രതിരോധിക്കാൻ പറ്റിയല്ലോ? ഒറ്റയ്ക്ക് പറ്റില്ല. കൃഷി ആളുകളെല്ലാം ക്രമേണ എല്ലാം ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ ഇപ്പം ഞാൻ വന്ന് രാത്രി ഒറ്റയ്ക്ക് വന്ന് എൻ്റെ ജീവൻ അപായപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. കാരണം കൃഷിയും കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച, പക്ഷേ ജീവൻ പണയം വെച്ചുള്ള ഒരു കൃഷിക്ക് ഞാനില്ല. അതുകൊണ്ട് കൃഷി എടുക്കാണ്ടിരിക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അടുത്ത വർഷം മുതൽ ഇതുപോലെ ശല്യമാണെങ്കിൽ ജീവൻ പണയം വെച്ചും കൃഷി പൈസ അതിലേക്ക് മുടക്കി അരി ഉൽപ്പാദിപ്പിക്കാൻ എന്തായാലും എന്നെപ്പോലെ കർഷകർക്ക്, ഞാനല്ല എന്നെപ്പോലെ കർഷകർക്ക് എന്തായാലും കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ കൃഷി ഉപേക്ഷിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങളെല്ലാം എത്തിയിരിക്കുന്നത്. ഈ നില പോയി കഴിഞ്ഞാൽ ഇനി എല്ലാവരും കൃഷി ഉപേക്ഷിക്കും. ദാരിദ്ര്യം വരുമ്പോൾ ആൾ ഒരുപക്ഷെ നിയമങ്ങളും അതിനുള്ള സംവിധാനങ്ങളും മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ദാരിദ്ര്യം എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ എത്ര ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 96,000-50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ശമ്പളമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കാവൽക്കാരെ നിർദ്ദേശിച്ചുകൂടെ എന്നുള്ള അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ ഉദ്യോഗസ്ഥൻ ചോദിച്ചത്. ഞാനാകെ 15,000-16,000 രൂപയ്ക്ക് ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന എനിക്കത് 500 രൂപ മാറ്റി വെച്ചുകൊണ്ട് രാത്രി കാവൽക്കാരെ കിടത്തി നെൽകൃഷി സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കൃഷി എടുക്കാണ്ടിരിക്കാൻ അല്ലേ നല്ലതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല എന്നെ പോലുള്ള സാധാരണക്കാർ കൃഷിക്കാരും ആരും കൃഷി ഉപേക്ഷിച്ച ആളുകളെ പകുതിയും ഇപ്രാവശ്യം കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. നെല്ലിൻ്റെ അരിയുടെ വിലയൊക്കെ കൂടിയപ്പോൾ കുറച്ച് പേർ കൃഷി ചെയ്തിട്ടുണ്ട്. അവർ ഈ വർഷം കൊണ്ട് തന്നെ മടുക്കും. ഈ വർഷം കൊണ്ട് തന്നെ. കാരണം ആർക്കും പറ്റുന്നില്ല. വേറെ ഒന്നും കാലാവസ്ഥ വ്യതിയാനം. ഇപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും കാല് കിടക്കുന്നുണ്ടാവും അല്ലേ? ഇനിയിപ്പോ ഇതാ അവിടെ ഒരു മാടം കണ്ടില്ലേ, നമ്മൾ വരുന്ന വഴിക്കൊരു മാടം കണ്ടു. അവിടെ ഒരു 2 ട്രൈബല് അവർ പാട്ടത്തിന് എടുത്തേക്കാനാണ്. അവർ രാത്രി പണിക്ക് പോയിട്ട് 2 ദിവസം അങ്ങനെ കാവൽ കൊടുക്കും. ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്ന സമയത്ത് ആനവൻ നശിപ്പിക്കും. കാരണം പിന്നെ പകൽ മുഴുവൻ പണിക്ക് പോകണം. കാരണം ഇതുകൊണ്ട് മാത്രം ജീവിതം കഴിഞ്ഞു പോകില്ല. അപ്പോൾ പകൽ പണിക്ക് പോയിട്ട് ക്ഷീണത്തിന് കുറച്ചു നേരമൊക്കെ 8 മണി വരെയൊക്കെ 8-9 മണി വരെയൊക്കെ ഉണർന്നിരിക്കും. പിന്നെ കണ്ണടച്ച് പോകുന്ന സമയം കൊണ്ട് ആന വന്ന് നശിപ്പിച്ച് പോകും. ചിലപ്പോൾ കണ്ണ് തുറന്ന സമയത്ത് ആന വന്ന പകുതി നശിപ്പിക്കുന്ന നെല്ലെങ്കിലും വീണ്ടെടുക്കാൻ കഴിയും. അത്ര ഈ കാണുന്നതാണ് കേട്ടോ ഏർമാടം. ഇതിലാണ് രാത്രി ഒരു ടവർ കിടക്കുന്നത്. ഈ സ്ഥലങ്ങൾ കണ്ടില്ലേ, ഇതും അങ്ങോട്ടൊരു 10-14 ഏക്കറും ഇങ്ങോട്ടൊരു 7 ഏക്കർ ഉള്ള സ്ഥലങ്ങൾ ഇപ്പോൾ തരിച്ചിട്ടിരിക്കുകയാണ്.
കഴിഞ്ഞ വർഷങ്ങളിൽ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ കർഷകന്റെ തീയൊക്കെ ഇതൊക്കെ നെൽപ്പാടങ്ങൾ ആയിരുന്ന സ്ഥലം. നെൽപ്പാടം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞ മുന്നത്തെ വർഷങ്ങളിലൊക്കെ കൃഷി ചെയ്ത സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ മുന്നത്തെ വർഷം കൃഷി ചെയ്ത സമയത്ത് നല്ല നെല്ലൊക്കെ ആയിരുന്നു. നെല്ലായിട്ട് ആന വന്ന് നശിപ്പിച്ച് ഇവിടുത്തെ ഒരു കർഷകൻ തീയിട്ടിട്ട് രാത്രി ആനയെ ഓടിക്കാൻ വന്നിട്ട് ആന തിരിച്ചു ഓടിച്ചിട്ട് അദ്ദേഹം അന്ന് കൃഷി മതിയാക്കി പോയതാണ്. പിന്നെ ആ ഭൂമി ഇങ്ങനെ തന്നെ ധരിച്ചിട്ടിരിക്കുന്നു. ഒരാൾക്കും ഇത് കൃഷി ചെയ്യാൻ താല്പര്യമില്ല, കൃഷി ചെയ്യണമില്ല. നല്ല ഒന്നാമത്തെ നല്ല വളക്കൂറുള്ള മണ്ണുമാണ്. ചുരുങ്ങിയത് ഇവിടെ ഈ പ്രദേശത്ത് മാത്രം ടൺ കണക്കിന് നമുക്ക് നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇവിടെ ആളുകൾ താമസിക്കുന്നതല്ലേ? അവിടെയൊക്കെ താമസിക്കുന്ന ഇതൊക്കെ പട്ടയുള്ള സ്ഥലങ്ങൾ, എല്ലാം പട്ടയുള്ള സ്ഥലങ്ങൾ. എല്ലാവർക്കും കൃഷിക്ക് വേണ്ടി പതിപ്പിച്ച് കിട്ടിയ ഭൂമിയാണ് ഇതെല്ലാം, കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം. പക്ഷേ ആളുകൾ ഈ വന്യമൃഗശല്യങ്ങളോട് മാത്രം, മറ്റ് കാലാവസ്ഥ വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവത്തിൻ്റെ സാമ്പത്തിക ബാധ്യത കൊണ്ടൊന്നും ഇവിടുത്തെ കർഷകർ കൃഷി ചെയ്യാണ്ടിരിക്കുന്നില്ല. ഈ വന്യമൃഗശല്യത്തിൻ്റെ പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ 90% ആളുകളും നെൽകൃഷി ഉണ്ടാക്കുകയും നല്ല രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഗവൺമെൻറ്റും ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകർ രക്ഷപ്പെട്ടു. ഒരു 1000 ടൺ കണക്കിന് നമുക്ക് നെല്ല് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും. കർഷകർ മാത്രമല്ലോ അല്ലേ ഇത് കഴിച്ച് ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ. കാരണം ഒരു വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ കേവലം 10 സെന്റിൽ 15 സെന്റിൽ നെല്ല് മതി, ഉൽപ്പാദനം മതി. പക്ഷേ ഏക്കറുകൾക്ക് കൃഷി ചെയ്യുന്നത് ബാക്കി നെല്ലുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കണ്ടല്ലോ, ഇതാണ് കർഷകരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു നെൽപ്പാടമാണല്ലേ, നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇതുപോലെ തന്നെ ഏക്കർ കണക്കിന് നെല്ല് കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ് വടക്കനാട് എന്ന് പറയുന്നത്. ഹെക്ടർ കണക്കിന് നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് ഈ വടക്കനാട് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒത്തിരി ആളുകൾ ഇപ്പോൾ തരിശ് ഭൂമിയായിട്ടും കൃഷി ചെയ്യാതൊക്കെ ഇരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. കാരണം അവരും മടുത്തു. അവരുടെ എല്ലാ ക്ഷമയുടെ എല്ലാ നെല്ലിപ്പലകയും കഴിഞ്ഞു. അവർ മടുത്തു, യുദ്ധം ചെയ്ത് മടുത്തു. ആ ഒരു സ്ഥിതിയിലേക്കാണ്. ഇവിടെയൊക്കെ നമ്മൾ രാത്രിയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുള്ളൂ. ഒരു വഴി കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളൊരു പ്രദേശമാണ് വടക്കനാട് എന്ന് പറയുന്നത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും ഏത് വഴി കൂടെ വേണമെങ്കിലും കാട്ടാന നമ്മുടെ മുമ്പിൽ ഒന്ന് ചാടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു 3 സൈഡും ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. പക്ഷേ എല്ലാം പട്ടയുള്ള ഭൂമിയുള്ള വർഷങ്ങളായിട്ട് 10, 50, 60, 70, 90 വർഷങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്ന ആളുകളാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. ഒത്തിരി കർഷകർ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. പക്ഷേ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ നല്ലൊരു സമയം ഇവർക്ക് ഈ ഫെൻസിങ് പൊട്ടിച്ചത് ക്ലിയർ ആക്കാനായിട്ട് തന്നെ ചിലവാകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പൈസ അതിന് വേണ്ടി ചിലവാകുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ പറയുന്ന പോലെ കൃഷികളും കാര്യങ്ങളും കാട്ടാനകൾ, മറ്റ് ജീവികളൊക്കെ, കാട്ടാനകളുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുന്നത്. ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെക്കുറിച്ച് നമ്മൾ നിരവധി വീഡിയോ നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു വല്ലാത്ത ഒരു പ്രകൃതിക്കാരനായിട്ടുള്ള ഒരു ആനയാണ്. ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നേരെ ആളുകളുടെ നേരെ വരും. ഇതുവരെ ആളുകളെ കൊന്നിട്ടില്ല, ഒരു ഇതൊന്നും വന്നിട്ടില്ല. പക്ഷേ ആളുകൾക്ക് പരിക്ക് പറ്റിയ സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഏത് നിമിഷവും ആ ഒരു കാട്ടാനയുടെ ശല്യം കൊണ്ട്, എല്ലാവരും കാട്ടാനയുടെ ആക്രമണം കൊണ്ട് ഒരാൾ മരിക്കാനായിട്ടുള്ള സാധ്യതയും വിദൂരമല്ല എന്നുള്ളതാണ്. ഈ ഒരു ആനയെ അത്യാവശ്യമായിട്ട് പിടിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ പിടിച്ച് കുമ്പിയാനയാക്കണം എന്നുള്ളത് തന്നെയാണ് ആളുകളുടെയൊക്കെ ഒരു ആവശ്യം. കാരണം ഇതിന് മുന്നേ വടക്കനാട് കൊമ്പൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കുങ്കിയായിട്ടുള്ള വിക്രം എന്ന് പറയുന്ന ആന പണ്ട് ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ വിലസിക്കൊണ്ടിരുന്ന ആനയാണ്. പൊറുതി മുട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആനയെ പിടിച്ച് കുങ്കിയാക്കിയത്. അതുപോലെ തന്നെ ഇതിനെയും ചെയ്യണം എന്ന് തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത്. ഈ 2 ആനകളും ഒരുമിച്ചുണ്ടായിരുന്ന ആനകളാണ്. അതുകൊണ്ട് തന്നെ 2 പേരുടെയും പ്രകൃതി ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഏതായാലും മുട്ടിക്കൊമ്പൻ കാരണം ഇപ്പോൾ വടക്കനാട് പ്രദേശത്തെ നെൽ കർഷകരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ ആന വരും എന്നുള്ളത് തന്നെയാണ് അവരെല്ലാവരും സംസാരിച്ചത്. കാരണം ഒന്നിറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിലാണ് നമ്മൾ ഈ കർഷകരുടെ കണ്ണീര് ഇനി കൂടുതൽ കാണാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ അത്രയും ഭീകരമാകുന്ന, അല്ലെങ്കിൽ അത്രയും ഭീകരമാകുന്നതിന് മുന്നേ, അവസ്ഥകൾ അത്രയും ഭീകരമാകുന്നതിന് മുന്നേ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണേണ്ടതുണ്ട്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടികൾ സ്വീകരിച്ച് ഈ ഒരു ആനയെ കാട്ടിൽ തന്നെ നിലനിർത്താനായിട്ട്, നാട്ടിലേക്ക് ഇറങ്ങാതെ കർഷകരുടെ സ്വൈര്യജീവിതം, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ സ്വൈര്യജീവിതം ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്